ഒടുക്കത്തെ ചവിട്ടില്. ജയലളിത വരുന്നു, മുമ്പിൽ രജനീകാന്തും. വണ്ടി മാറ്റാ കുരുവി, വണ്ടി മാറ്റാൻ പറ. എന്താ പ്രസിഡന്റ്, ഞാൻ അറിയാണ്ട് കോളനിയിൽ ഒരളക്കല്. എനിക്ക് ഈ പഞ്ചായത്തിൽ ഏത് വാർഡിലും എവിടെയും എപ്പോഴും എങ്ങനെ വേണമെങ്കിലും അളക്കാം. അതിനൊരു കുരുവിയുടെയും അനുവാദം വേണ്ട. എന്റെ ചോദ്യത്തിന് തരേണ്ട ഉത്തരവല്ല ഇത്. പിന്നെ കോടശ്ശേരി തങ്കപ്പൻ എല്ലായിടത്തും എപ്പോഴും എങ്ങനെയും കയറി അളക്കുന്ന ആളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അറിയാമല്ലോ. അറിയാം. അത് മതി. അത് പോരാ. സാറിന്റെ ആ കളിയെ ഈ കോളനിയിൽ വേണ്ട. ഇതെന്റെ തീരുമാനമല്ലല്ലോ കുരുവി. അമേരിക്കൻ കമ്പനി വരുവാനുള്ള തീരുമാനം നമ്മളെല്ലാം ഉൾപ്പെട്ട പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനമല്ലേ? അത് നമുക്ക് നടപ്പിലാക്കണം. ഓ, എന്തൊരാവേശം, എന്തൊരാവേശം. പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രസിഡന്റിനുള്ള ഭൂരിപക്ഷം എത്രയാണെന്ന് നല്ല ഓർമ്മയുണ്ടല്ലോ. കയ്യാലെ പുറത്തിരിക്കണ തേങ്ങ. മാങ്ങ എടാ മോനെ രാജു മൂരി, മുതലാളിയെ കണ്ട് കുത്തരുത് കേട്ടാ. കുരുവി, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഒരു ഡൂക്ലി മെമ്പറായിട്ട് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഭരണപക്ഷം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചൊറി കുത്തിയിരുന്നിട്ട് കാര്യമില്ല എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഭരണം വേണോടി, ഭരണം. പ്രസിഡന്റ് അധികം എളിയണ്ട. ഈ കുരുവി വിചാരിച്ചാൽ തന്റെ കസേര ഞാൻ തെറിപ്പിക്കും. നീ പൊടി കുരുവി. നീ കുരുവിയാണെങ്കിൽ ഞാൻ കഴുകനാടി, കഴുകൻ. നീ ആ കോളനിക്കാരുടെ സൈഡിൽ നിന്നുണ്ടല്ലേ സംസാരിക്കുന്നത്? എന്നോട് അതേ കളിച്ചാണല്ലോ. ഈ കോളനി മുഴുവൻ ഞാൻ തീ വെച്ച് നശിപ്പിക്കും. മനസ്സിലായോ? എടാ വണ്ടി ഇടാ. അയ്യോ, ആ വണ്ടി ഇടാ. ഞാനല്ലടാ, അതാരാ? അച്ഛൻ ഒരുപാട് ശ്രമിച്ചതാ പട്ടയം കിട്ടാൻ, നടന്നില്ല. കൂലിപ്പണി ചെയ്തും മുടിയാട്ടത്തിന് പോയും ഉണ്ടാക്കിയ വീടായത്. ഇനിയിപ്പോ എന്നാണാവോ വീടൊഴിഞ്ഞു പോവാൻ പറയാ? ഏത് നേരത്തും ഇറങ്ങി പോവാൻ പറയാലോ അവർക്ക്. അമ്മ വിഷമിക്കാണ്ടിരിക്കേ, ഞാനും പല വഴികളും ആലോചിക്കുന്നുണ്ട്. എന്റെ കുട്ടൻ തന്നെ ആലോചിക്കണം. വലിയ കാര്യങ്ങളും ഒന്നും തന്നെ ഏറ്റുവയ്ക്കാനുള്ള കരുത്തില്ല ശരീരത്തിനും മനസ്സിനും. കാലത്തിനൊപ്പം തന്നെ പ്രായവും കടന്നു പോയല്ലേ. വീടിന്റെ തെക്ക് വശത്ത് വെച്ചിരിക്കുന്ന കുറ്റി അച്ഛന്റെ തലയില വേദനിച്ചിട്ടുണ്ടാവും അല്ലേ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? വിഷമം കൊണ്ടാ, നെഞ്ചുരുങ്ങുന്ന തീയ ഉള്ളില്. ഇതൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ അന്തിത്തിരി വെച്ച് അച്ഛന്റെ ആത്മാവിനെ സ്നേഹിക്കാൻ എവിടെയാ പോവാ? ഇല്ലമ്മേ, എല്ലാം എന്റെ ഉള്ളിലുണ്ട്. എന്നെയും വത്സലെ അമ്മ വളർത്തിയതും അച്ഛന്റെ മരണവും അമ്മയുടെ ഏകാന്തതയും കഷ്ടപ്പാടും എല്ലാം എനിക്കറിയാം. എന്റെ അമ്മ കരയണ്ട. ഒക്കെ ശരിയാവും അമ്മേ, ശരിയാവും. ആ കുട്ടിയടമ്പാടത്ത് കൊയ്ത്ത് കഴിയുമ്പോ അച്ഛനെ കാണാൻ പൂവാടി. അയ്യോ, കുട്ടാടമ്പാടത്തെ കൊയ്ത്ത് കഴിഞ്ഞാൽ അച്ഛനെ കാണാൻ പോവാൻ പറ്റൂല. കോലോത്തെ തമ്പ്രാന്റെ കൊയ്ത്തു കഴിച്ചില്ലേ, കോലോത്തെ തമ്പ്രാൻ തല്ലോടി. നീ എന്താ പറഞ്ഞേ? അമേരിക്കക്കാരന്റെ കമ്പനി വന്നു കഴിഞ്ഞാ പിന്നെ നമ്മളെല്ലാം അവന്റെ പണിക്കാരല്ലേ? അതിനു മുമ്പേ തങ്ക അമേരിക്ക കൊണ്ട് പോണല്ലേ നല്ലത്. നമുക്കൊരു അമേരിക്കക്കാരന്റെയും പണി വേണ്ട. നമുക്ക് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പണിയുണ്ടല്ലോ. മണ്ണിന്റെ മണമുള്ള പണി. നമുക്ക് നമ്മുടെ നാടാ വലുത്. അത് കരയ്ക്ക് മുത്തപ്പ. ആ നോക്കിക്കോ, ഇവിടെ ഒരു അമേരിക്കക്കാരന്റെ കമ്പനിയും വരാൻ പോകുന്നില്ല. ആ കോളനി കൂടെ റോഡും വെട്ടാൻ പോകുന്നില്ല. ഉറപ്പാണോ മുത്തപ്പ? ആ, എനിക്ക് ഉറപ്പാ. പക്ഷെ ഇന്ന് ആ പ്രസിഡന്റ് ചെയ്ത് തീരെ ശരിയായില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. പ്രതികരിക്കണം, പ്രതികരിക്കണം. നീയൊക്കെ പ്രതികരിച്ചോ? എനിക്ക് അതിനുള്ള പ്രായം കഴിഞ്ഞു. ഇതെന്താടി? ഇതെവിടെ കിടന്ന് അടിക്കണ? നിന്റെ ഫോൺ അടിക്കണേ. എന്റെ അല്ല ചേട്ടന്റെ. എന്റെ അല്ല, എന്റെ ഞാൻ ഉറപ്പായിട്ട് ചേട്ടൻ്റെ. എന്റെ ഫോൺ ഞാൻ ഓഫാക്കിട്ടേക്ക. അപ്പൊ എനിക്കുള്ളായിരിക്കും. നിക്കറിന്റെ പോക്കറ്റ് കിടക്കുമ്പോ റേഞ്ച് അങ്ങ് കേറും. ഹലോ, ആരാ? ഹലോ, രാജ്മോനുണ്ടോ? അല്ല, ഇത് സുബ്രമോനാ. ആരാ? ഒരു പീസ. ഹലോ, രാജുമോനുണ്ടോന്ന്? രാജുമോൻ തന്നെ വേണോ? സുബ്രമോൻ പോരെ?
ചേച്ചി ചൂടാവുമ്പോ കേൾക്കാൻ എന്ത് സുഖമാണെന്നറിയോ? ചേച്ചി ഏതാ? ഞാനൊരു ഉമ്മ തരട്ടെ? ഉമ്മ നിന്റെ അച്ഛൻ കണ്ടാണ് ശരി വേലായുധന് കൊണ്ടേ കൊടുക്കണം. ഇതെത്തിരി പഴയതാ. എന്റെ അച്ഛനെ അറിയാല്ലേ? എന്റെ അച്ഛന്റെ സെറ്റപ്പാ കള്ള. ചിറ്റമ്മ എവിടെയുള്ളതാ? കഴിവരുടെ മോനെ, ഇത് ഞാനടാ കുരുവി ഭാരതി. കൊടുക്കാം. ഹായ് ഡാർലിംഗ്, ഞാനാ നിന്റെ രാജമോൻ. എന്റെ രാജുവേട്ടാ, എത്ര നേരമായി ഞാൻ കാത്തിരിക്കണേ, എന്താ വരാത്തെ? സോറിടാ, ഞാൻ ആ പൂതിനയുടെ ഡ്രൈവറല്ലേ. ഓ, ആ പെരുമ്പണ്ടാരത്തിന് ചുമ നടന്ന് ഞാൻ മടുത്തുടാ. കുരുവല്ലവള് എരുമയാണ്, എരുമ. നിന്റെ മറ്റുള്ളടാ എരുമ, ഞാൻ ഭാരതിയാ സംസാരിക്കുന്നേ. എന്തടാ? എന്റെ പണി പോയടാ. എനിക്ക് പണി കൂടി. തേരുകൊള്ളമ്മേ തേരുകൊള്ള ഇക്കളം തന്നിലെ തേരുകൊള്ള തേരുകൊള്ളമ്മേ തേരുകൊള്ള ഇക്കളം തന്നിലെ തേരുകൊള്ള തേരുകൊള്ളമ്മേ. ആരാത്? കുമാരന്. അമ്മ പറഞ്ഞു കാര്യങ്ങള്. ആ പ്രസിഡന്റ്, അയാള് നമ്മളെ കൈയൊഴിഞ്ഞു. നീ അതിന് തളരേണ്ട കാര്യമൊന്നുമില്ല. ഒരുപാട് ബാധ്യതകള് അല്ലെങ്കിൽ തന്നെ ഇല്ലേ മുത്തപ്പ? അതിനിടയില് എടാ, നിന്റെ ഈ പ്രായത്തില് ഞാനും ഇതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടതാ. വീട് വെക്കല്, താഴെയുള്ള പെങ്ങാന്മാരെ പറഞ്ഞയക്കല്, അങ്ങനെ ഒരുപാട്. പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാല് ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇനിയിപ്പോ വീടിന്റെ മുൻവശം പോകുന്നതിൽ അങ്ങ് പോട്ടെ, പക്ഷേ നിന്റെ അച്ഛനെ അടക്കം ചെയ്ത സ്ഥലമുണ്ടല്ലോ, അത് വിട്ടുതരാൻ പറയണം. മണ്ണിന്റെ മനസ്സറിഞ്ഞവനാ അയ്യപ്പൻ, അവൻ അവിടെ സ്വസ്ഥായിട്ട് കിടന്നോട്ടെ. കുമാര, നിനക്ക് എന്നോടൊന്നും തോന്നരുത്. എനിക്കിനി ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മുത്തപ്പൻ, ഈ മുത്തപ്പന്റെ വാക്കിന് ഇപ്പൊ ആരും ഒരു വിലയും കൽപ്പിക്കില്ല. കാലം അങ്ങനെ ആയിപ്പോയി. പക്ഷേ നീ തളരരുത്. അമ്മയും മുത്തപ്പനെയും മൈൻഡ് ചെയ്തില്ല പ്രസിഡന്റ് അല്ലേ? അതേ ദാസേട്ടാ. നീ ഇങ്ങനെ ആലോചിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അറിയാലോ. ഇതൊക്കെ ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ടൊരു വീടെങ്കിലും വേണ്ടേ? ഈ പ്രശ്നം ഒന്ന് ഒഴിവായാൽ മതിയായിരുന്നു. ദാസേട്ടൻ എന്നെ ഒന്ന് സഹായിക്കോ? എടാ, നിന്റെ ഏത് പ്രശ്നത്തിലാണ് ഞാൻ നിന്നെ സഹായിക്കാതിരുന്നിട്ടുള്ളത്? പക്ഷെ ഒന്നും പറഞ്ഞാൽ നീ അനുസരിക്കില്ലല്ലോ. നിന്റെ അമ്മയുടെ അടുത്ത് നിന്ന് വിട്ടുമാറാൻ നിനക്ക് ഇഷ്ടമല്ല. അതിന് മാത്രം എനിക്ക് പറ്റില്ല. അമ്മയെ കണ്ടില്ലെങ്കിൽ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? നമുക്ക് പ്രസിഡന്റിനെ ഒന്ന് പോയി കണ്ടാലോ? കാണാം, കാണാം, നാളെ തന്നെ കാണാം. ഐസ്ക്രീം പാർലർ എന്താ കിളിരൂർ സംഭവത്തിൽ വേറൊന്നുമില്ലേ പേപ്പറില്? ഇന്ത്യ പാകിസ്ഥാൻ സാറേ, എന്താ? കൈതപ്പാടം കോളനിന്ന് വരിക. ഓ, മനസ്സിലായി മനസ്സിലായി. നീ ആരുടെ മോനടാ? മരിച്ചുപോയ കളരിക്കൽ അയ്യപ്പന്റെ മകൻ കുമാരൻ. അതുകൊണ്ട് അല്ല, അത് ജോലി വലുതായോ? ഇല്ല. എടാ കുമാര, ഗവൺമെന്റിന്റെ സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായിട്ട് ഗവൺമെന്റും ജനങ്ങളും തോളോട് തോൾ ചേർന്ന് വികസനത്തിന്റെ പാതയിൽ മുന്നേറാനും നിന്നെ പോലുള്ള ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനും വേണ്ടിയിട്ടാണ് കൈതപ്പാടത്തിൽ കമ്പനി പണിയാൻ ശ്രീ കോഴശ്ശേരി തങ്കപ്പൻ, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് ഞാൻ അനുവാദം കൊടുത്തുള്ള, അറിയാവോ? അതും അമേരിക്കൻ കമ്പനിക്ക്. അതിനായി കമ്പനിയിലേക്ക് റോഡ് വേണ്ടേ? നല്ല വീതിയുള്ള റോഡ് വേണം. നിങ്ങൾ കോളനിക്കാരുടെ കുറെ അധികം വീടുകൾ പോകും, അത്രയല്ലേ ഉള്ളൂ. എന്നാലും നമ്മുടെ നാട്ടിൽ എന്താണ് ഉയർന്നു വരാൻ പോണത്? അമേരിക്കൻ കമ്പനി. വീടിന്റെ ഭാഗവും അച്ഛനെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലവും മാത്രം ഒഴിവാക്കി തന്നാ മതി. നീ എന്ത് മണ്ടനാടാ, മണ്ട. എടാ, റോഡിന്റെ പ്ലാൻ പ്രകാരം അത് ശരിയാവില്ലല്ലോ. അതുമല്ല, റോഡിൽ നിന്നും മിനിമം 2 മീറ്റർ വീതിയിലെ വീട് പാടുള്ളൂ. ആ നിയമം നിനക്കറിയാവോടാ? പ്രസിഡന്റിന് ദയവുണ്ടാവണം. ഇറങ്ങിപ്പോവാൻ വേറെ ഇടവില്ലഞ്ഞിട്ടാ. അതുകൊണ്ട് എടാ, ആ സ്ഥലം പുറമ്പോക്ക. പഞ്ചായത്ത് രേഖകളിൽ നിങ്ങൾ അവിടെ ഇല്ല. എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം സാർ. നീ ഒന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലേ? എടാ, നിന്നോട് മലയാളത്തിലല്ല പറഞ്ഞത്, ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞിരുന്നോ? ദിസ് പഞ്ചായത്ത് വിൽ ബി
ഡ്യൂറിംഗ് ദി ബിഗിൻസ് പറ്റില്ലാന്ന്. എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാന്ന്. ഇനി ഈ കാര്യം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് ആരും കയറി വരണ്ട. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. പ്രസിഡന്റ് സാറേ, അതാരാ? എന്തേ? ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്തിനാ? സാറിന് എത്ര രൂപ വേണം? പയ്യെ പറ. കുമാരന്റെ വീടും അവന്റെ അച്ഛനെ അടക്കം ചെയ്ത സ്ഥലവും ഒഴിവാക്കി കിട്ടാൻ എത്ര രൂപ വേണം സാറിന്? അല്ല അത് താനാരാ? ഞാൻ ആരും ആയിക്കൊള്ളട്ടെ. അതെയോ? പറഞ്ഞോ. പ്രസിഡന്റിന്റെ വികസനത്തിനും മൊത്തം ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട മറ്റ് സെറ്റപ്പുകളുടെയും വികസനത്തിനുള്ള ചേർത്ത് പറഞ്ഞു. എത്ര കിട്ടും? 25,000, ഏയ് 30,000, 50,000, 50,000 രൂപ ഞാൻ തന്നിരിക്കും. പേടിക്കണ്ട. കച്ചവടം പറഞ്ഞ വാക്കുറപ്പിച്ച ഞാനത് ചെയ്തിരിക്കും. അതൊരു 22-ാം തീയതിക്ക് മുമ്പായിട്ട് കിട്ടുമോ? 22-ാം തീയതിക്ക് മുമ്പായിട്ട് കിട്ടിയിരിക്കും. കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, വീട് പോകും, റോഡ് വരും. ആ കിട്ടും. അതെയോ? അപ്പൊ വീട് പോകും, റോഡ് വരില്ല. ഓക്കെ. പണം ഉണ്ടാക്കുക എന്ന ഒറ്റ വഴിയേ നിനക്കിനേ ഉള്ളൂ. എവിടുന്ന് ഉണ്ടാക്കാനാ ദാസേട്ടാ ഇത്രയും പണം? എടാ കുമാര, ഈ നാട്ടിൽ നമുക്കൊരു പണി കിട്ടുമെന്ന് വിചാരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. നമ്മുടെ വഴി നമ്മളായിട്ടുണ്ടാക്കണം. ഇപ്പൊ തന്നെ കടമേറെയുണ്ട്, സ്ഥിരം പണിയില്ല, പിന്നെ വത്സലയുടെ കാര്യം. ഇതിനെല്ലാം പണമാണ് വേണ്ടത്. ഞാൻ എന്താ ചെയ്യേണ്ടത് ദാസേട്ടാ? നീ എൻ്റെ കൂടെ വാ. അത്യാവശ്യത്തിന് പണം കിട്ടുന്ന ജോലികൾ എൻ്റെ അടുത്തുണ്ട്. പണം കയ്യിലുണ്ടെങ്കിൽ ഈ ലോകത്ത് നടക്കാത്ത ഒരു കാര്യവുമില്ല. ഞാൻ വരാൻ ദാസേട്ടാ, ഞാൻ തീരുമാനിച്ചു. ഉം. എടാ, സമൂഹത്തിലെ ഏറ്റവും അവഗണിക്കപ്പെടുന്ന വിഭാഗത്തിലുള്ളവരാ നമ്മൾ. നമുക്ക് വേണ്ടി പറയാൻ രാഷ്ട്രീയക്കാരില്ല. ഭരണകൂടവും നമ്മുടെ കരച്ചിൽ കേൾക്കില്ല. ഇനി അഥവാ കേട്ടാലും അവരും മൈൻഡ് ചെയ്യില്ല. എന്തായാലും അമ്മയോട് കൂടി ഒന്ന് ആലോചിക്കട്ടെ. എവിടുന്ന് ഉണ്ടാക്കി കൊടുക്കാനാ ഇത്രയും പണം? ദാസേട്ടൻ കുറെ നാളായി ടൗണിൽ ജോലിക്ക് നിർബന്ധിക്കണു. ഞാൻ പോയാലോ അമ്മേ? പക്ഷെ ഇടയ്ക്ക് വീട്ടിൽ വരാൻ പറ്റൂ. കുമാരേട്ടൻ പോണം. ടൗണിലൊക്കെ പോയാൽ നല്ല കാശുള്ള പണി കിട്ടും. ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല, വെറുതെ അമ്മയ്ക്ക് വിഷമം കൂട്ടാൻ. അതെ അമ്മേ, ഞാൻ പോവും. ദൂരസ്ഥലങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുമോ എന്റെ കുട്ടന്? അതൊക്കെ ഏട്ടന് പറ്റും. അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിന്തിരിപ്പിക്കാതിരുന്നാ മതി. ചിലപ്പോ ദൈവം കാണിച്ചെന്ന വഴിയായിരിക്കും അമ്മേ. അതെ. ഹാ, എന്താണ് നിന്റെ ഇഷ്ടം വെച്ചാൽ അത് ചെയ്യ്. വേറെ ഒരു മാർഗവും ഇല്ലമ്മേ. രണ്ട് വിശേഷാൽ പൂജകള്. ആർക്കാ? മകനാ കുമാരന് നാളെ മകീരം, ഒരു ശത്രു സംഹാരം, ഒരു അഭിഷേകം. ആയിക്കോട്ടെ. അമ്മേ കാത്തിരക്ഷിക്കണേ. എന്താ വിശേഷം അയാൾക്ക്? ജോലി കിട്ടി. ഓ നന്നായി. എവിടെയാ? കുറച്ച് അകലെയാ, ടൗണിലാ. ഇന്ന് പോണം. എല്ലാം മംഗളായി വരും. പിന്നെ ഒരു ചരട് ജപിച്ച് തരണം തിരുമേനി. ഇത്ര നാളും എന്നെ വിട്ട് നിന്നിട്ടില്ല എന്റെ കുട്ടൻ. എനിക്കറിയാലോ കാര്യങ്ങള്. എത്രന്റെയാ? ഒരു 101 മന്ത്രത്തിന്റെ. ഇന്ന് തരാവില്ല കേട്ടോ, 7 നാളെങ്കിലും ഇരിക്കണ്ടേ? ഓ ഹായ്, വിഷമിക്കണ്ട, എല്ലാം ദേവി കാത്തോളും. ഉം. ഏട്ടാ, മുണ്ടും ഷർട്ടും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ? തോർത്തുമുണ്ട് എടുത്തു വെച്ചോ? പിന്നെ ആദ്യം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എനിക്കൊരു ധാവണി വാങ്ങി തരണം. വാങ്ങിത്തരാലോ. 2ാം മാസത്തെ ശമ്പളത്തിൽ നിന്ന് എനിക്കൊരു 1/2 പവന്റെ മാല. അപ്പൊ അമ്മയ്ക്കോ? ആ, എന്നാ ഒരു കാര്യം ചെയ്യാം. എനിക്ക് മാല വേണ്ട, അമ്മയ്ക്ക് ഒരു സാരി വാങ്ങിക്കൊടുക്കാം. 2-3 പ്രാവശ്യം ഉടുത്ത് കഴിയുമ്പോ ഞാനത് മുറിച്ച് ധാവണി ആയിക്കോളാം. എന്താ? അല്ല കുട്ട, ഇത്ര വേഗം റെഡിയായോ? ഉപമേ, പോവാൻ സമയായി. കിട്ടുന്ന ജോലി ഇച്ചിരി ഭാരമുള്ളതാണെങ്കിലും ആത്മാർത്ഥമായി ചെയ്യണം. ആരെയും വേദനിപ്പിക്കരുത്.
ചീത്ത കൂട്ടുകെട്ടിൽ ചെന്ന് ചാടരുത്. ഇതൊക്കെ നിനക്കറിയാം. എന്നാലും എന്താ എന്താ കുട്ട ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ലമ്മേ. ആ, വാ ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങ്. ഉം. ദേവി, എന്റെ കുട്ടനെ കാത്തു രക്ഷിക്കണേ. അമ്മേ, എന്റെ പൊന്നുമോനെ, എന്താ കുട്ടായത്? അമ്മേ, ധൈര്യമായിട്ട് പോയി വാ. പോയിട്ട് വരാം മുത്തപ്പ. നന്നായി വരും. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് പറയുകയാണെന്ന് ധരിച്ചാൽ മതി. ദേവിയെ എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചോണം. ചുറ്റുപാടുമുള്ള ദാരികന്മാരെ തിരിച്ചറിയാനുള്ള ശക്തി അമ്മ തരും. പോവാം. ദേ, എന്റെ മോനെ നല്ലവണ്ണം നോക്കിക്കൊള്ളണേ. ഇവിടെ വിട്ട് അവൻ എവിടെയും പുറത്തു പോയിട്ടില്ല. ഈ ചേരി കിടന്ന ഒന്നും ആവാൻ പറ്റില്ലമ്മേ. എല്ലാം ഞാൻ നോക്കിക്കോളാം. വാ കേറ്. ഞാനിന്ന് വീട്ടിലേക്ക് വരാം. എന്തിനാ? ഏട്ടൻ ഇന്ന് ജോലിക്ക് പോയില്ലേ? ഉം. അപ്പോ ഇനി ഞാൻ തന്നെ ഒന്ന് കാര്യങ്ങൾ പറയാം. അത്രയ്ക്ക് തിരക്ക് വേണ്ട. ആദ്യം വീടിന്റെ കാര്യമൊക്കെ ശരിയാവട്ടെ. പിന്നെ ചന്ദ്രേട്ടന് സ്ഥിരമായിട്ടൊരു പണിയും. ഇതൊക്കെ ശരിയായിട്ട് ഇനി എന്നാ? ചന്ദ്രേട്ടന് ഒരു ഓട്ടോ വാങ്ങിച്ചാലെന്താ? ലോൺ എടുത്ത്. എനിക്കെന്നും പണിയുണ്ട്. ഞാൻ നിന്റെ ഏട്ടനെ പോലെയല്ല. ഏത് പണിയായാലും ചെയ്യും. അങ്ങനെ എന്റെ ഏട്ടന്റെ കളിയാക്കൊന്നും വേണ്ട. എന്റെ ഏട്ടൻ വലിയ കാശുകാരനാവും. നല്ല ജോലിയെന്നാ കേട്ടത്. പിന്നെ എന്നെ ഇങ്ങനെ എപ്പോഴും കാണാനൊന്നും പറ്റില്ല കേട്ടോ. അയ്യോ, അപ്പൊ എന്റെ കാര്യം കഷ്ടത്തിലാവോ? ചിലപ്പോ ടൗണിൽ നല്ല ആമ്പിള്ളേരെ ഒത്തു വന്നാ എന്നെ കെട്ടിച്ച് വിടുകയും ചെയ്യും. അങ്ങനെ വിടാൻ സമ്മതിച്ചില്ലെങ്കിലോ? വിടാൻ സമ്മതിക്കില്ല. ഇല്ല, സമ്മതിക്കില്ല. ഒരിക്കലും സമ്മതിക്കില്ല. ഇല്ല, ഒരിക്കലും. ഇല്ല. ഏയ് ഏയ്